തൃശൂരിൽ കൊടാലിയിൽ പാമ്പ് കടിയേറ്റ് 8 വയസ്സുകാരൻ മരിച്ച വീട്ടിൽ ഇന്ന് വീണ്ടും പാമ്പിനെ കണ്ടെത്തി. കിടപ്പുമുറിയിലാണ് വീണ്ടും പാമ്പിനെ കണ്ടത്. വീട്ടിൽ നിന്ന് ഇതുവരെ കണ്ടെത്തുന്ന 4ാമത്തെ പാമ്പാണിത്. ഇന്നലെയും ഇവിടെ പാമ്പിനെ കണ്ടിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉടൻ സ്ഥലത്തെത്തും. സോണൽ കിഷയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സോണൽ കിഷ, ഇത് 4ാമത്തെ പാമ്പാണ് ആ വീട്ടിൽ തന്നെ കാണുന്നത്. കണ്ടെത്തിയത് 4ഉം ഒരേ ഇനത്തിൽപ്പെട്ട വെള്ളിക്കെട്ടന്റെ ഇനത്തിൽപ്പെട്ട പാമ്പുകൾ തന്നെയാണോ? തീർച്ചയായും അരുൺകുമാർ, ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പുകളെയാണ് ഇന്ന് അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കേരളത്തെ ആകെ വിഷമത്തിലാഴ്ത്തിയ ഒരു മരണമായിരുന്നു ആ വീട്ടിൽ സംഭവിച്ചിട്ടുള്ളത്. ആ കുട്ടിക്കൊപ്പം കിടന്നുറങ്ങിയ സഹോദരനും പാമ്പ് കടിയേൽക്കുന്ന സാഹചര്യമുണ്ടായ കുട്ടി ഇപ്പോഴും ചികിത്സയെ തുടരുന്ന സാഹചര്യമാണ്. അങ്ങനെ ഇരിക്കെയാണ് ആ വീട്ടിൽ നിന്ന് കിടപ്പുമുറിയിൽ നിന്ന് തന്നെ 4ാമത്തെ പാമ്പിനെ കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഇന്നലെയും ഈ കിടപ്പുമുറിയിൽ നിന്ന് തന്നെ പാമ്പിനെ കണ്ടെത്തുന്ന സാഹചര്യമുണ്ട്. ഇന്നിതാ വീണ്ടും അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായി ഇടപെടേണ്ട സാഹചര്യമുണ്ട് എന്ന് ആ വീട്ടുകാരും പരിസര പ്രദേശത്തുള്ള ആളുകളും കൃത്യമായി ആവശ്യപ്പെട്ടതാണ്. എപ്പോഴും കൃത്യമായൊരു നടപടി ഈ പരിസര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ നിമിഷവും പറയേണ്ടത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അല്പസമയത്തിനകം തന്നെ ആ വീട്ടിലെത്തി കൃത്യമായ പരിശോധന പരിസര പ്രദേശങ്ങളിൽ നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. കൃത്യമായൊരു ഇടപെടൽ ആ പരിസര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നുള്ളത് തന്നെയാണ് പ്രധാനമായ വീട്ടുകാരും പരിസര പ്രദേശത്തുള്ളവരും ആവശ്യപ്പെടുന്നത്. അരുൺകുമാർ, ഓക്കെ, സോണൽ കൃഷയാണ് വിവരങ്ങൾ നൽകിയത്. ഒരേ വീട്ടിൽ തന്നെ, അതും ഒരു കുഞ്ഞ് പാമ്പ് കടിയേറ്റ് മരിച്ച വീട്ടിൽ മറ്റൊരു കുഞ്ഞ് പാമ്പ് കടിയേറ്റ് അത്യന്തം ഗുരുതരാവസ്ഥയിലായിരുന്നു. ഇപ്പോൾ നേരിയ പുരോഗതിയുണ്ട് ആ കുഞ്ഞിന്. ആ വീട്ടിൽ തന്നെ 4ാമത്തെ വെള്ളിക്കെട്ടനെയും കണ്ടെത്തി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം.